അബുദാബിക്കാരൻ അഷ്റഫ് ഒരു ഒന്നാം തരം പാചകക്കാരനാണ്. ഇദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഒരു കുഴി വേണം. കേൾക്കുമ്പോൾ ഒരു രസം തോന്നും. കുഴിമന്തി ഉണ്ടാക്കുന്നതിൽ പ്രഗത്ഭനാണ് അഷ്റഫ്. തൃശൂർ ചേലക്കര സ്വദേശിയായ അഷ്റഫ് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഗൾഫിൽ കുഴിമന്തി തയ്യാറാക്കുകയാണ്. 18 വർഷം സൗദിയിൽ കഴിഞ്ഞ അഷ്റഫ് 2 വർഷമായി അബുദാബിയിലാണ് കുഴിമന്തി രുചിയും മണവും വിളമ്പുന്നത്. 1.5 മീറ്റർ താഴ്ചയും 1 മീറ്റർ വീതിയുമുള്ള പൂർണ്ണമായും ഇരുമ്പ് ചട്ട കൊണ്ട് തീർത്ത കുഴി അടുപ്പിലാണ് ഈ വിഭവം വേവുന്നത്. രണ്ട് തട്ടുകളിലായി അടിയിൽ ചോറും മുകളിൽ ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ കുഴിയിൽ നിറയ്ക്കും. അറബിയിൽ താനൂർ എന്നാണ് മന്തിയുടെ വിളിപ്പേര്. യമനാണ് ഉത്ഭവം. വലിപ്പക്കൂടുതലുള്ള പഴക്കം ചെന്ന അരിയാണ് കുഴിമന്തിക്കായി ഉപയോഗിക്കുന്നത്. വിഭവം പാകം ചെയ്യാൻ സാധാരണ വിറക് കനലാണ് ഉപയോഗിക്കുന്നത്. കുഴിമന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഴിയിലേക്ക് ഇരുമ്പ് കൊണ്ട് കവർ ചെയ്തതാണ്. ഒരു 1.25 മീറ്റർ ഇതിന് താഴ്ച, 1.5 മീറ്റർ താഴ്ചയുണ്ട്. ഇതിലേക്ക് നമ്മുടെ വിറക് സാധാരണ ഇവിടുന്ന് നമ്മൾ കിട്ടുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുന്നൊക്കെ വെട്ടിയിട്ടുന്ന പോലത്തുള്ള വിറകുകളിലിട്ട് കത്തിച്ച് അതിലേക്ക് നമ്മൾ കുഴിമന്തി ഇവിടെ പറയുന്നത് മന്തിക്കോഴി, അല്ലെങ്കിൽ അറബികൾ പറയുന്നത് ദജാജ് മന്തി എന്നാണ്. അതിലേക്ക് നമ്മുടെ മസാലകളും അറബി മസാലകളും അങ്ങനെ കുറച്ച് മസാലകളെല്ലാം കൂട്ടി കോഴി ഇതിൽ മുകളിൽ അടുക്കി വെക്കുന്നു. അതുപോലെ ചോറ് ഇതിൻ്റെ ചോട്ടിലാണ് നമ്മൾ ചോറും ഇതിൻ്റെ ചോട്ടിലാണ് വെക്കും. കുഴിയിലേക്ക് ഇറക്കി വെക്കും. അതിന് മുകളിലാണ് ഈ കോഴി വെക്കുക. ആവിയിൽ ഏകദേശം 2 മണിക്കൂറിലധികം വേവിച്ചാണ് സ്വാദിഷ്ടമായ കുഴിമന്തി വിളമ്പാൻ തയ്യാറാവുക. നാട്ടിലെത്തുമ്പോൾ അഷ്റഫിന്റെ കുഴിമന്തിയുടെ രുചിയറിയാൻ മക്കളടക്കമുള്ളവർ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് നടക്കാറില്ല. ഭാര്യയും കുട്ടികളും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ വീട്ടിൽ നമുക്ക് ഇതിന് വല്ലൊരു കുഴി ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് ചിലവേറിയ കാര്യമാണ്. പിന്നെ അതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം നാട്ടിലെല്ലാം ഒരുപാട് കുഴിമന്തികളും ഹോട്ടലുകളിലൊക്കെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് പറയാം. അറബികൾക്കും യമനികൾക്കുമൊക്കെ പ്രിയപ്പെട്ട വിഭവമായി മാത്രം ഒതുങ്ങിയിരുന്ന മന്തി എന്ന വിഭവം ഇപ്പോൾ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട വിഭവമായി മാറിയിരിക്കുന്നു. വെറൈറ്റിയാണ്, ടേസ്റ്റിന് വെറൈറ്റിയാണ്. ബിരിയാണി എവിടെയും കിട്ടും, ബട്ട് ഇറ്റ്സ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് പരീക്ഷിക്കാനൊരു ഓപ്ഷനാണ്. എപ്പോഴും ബിരിയാണി അല്ലാതെ വേറൊരു വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനാണ്. നമുക്ക് ട്രൈ ചെയ്യാം.
അബുദാബി മുസഫ സനയ്യ 10-ലുള്ള ഫ്ലെമിംഗ് ഹോട്ട് അൽമന്തി അൽമദ്ബി റെസ്റ്റോറന്റിലാണ് അഷ്റഫിന്റെ കുഴിമന്തി വിഭവം തയ്യാറാകുന്നത്. കൊല്ലം സ്വദേശികളായ 4 ചെറുപ്പക്കാരുടെ സംരംഭം കൂടിയാണ് ഈ റെസ്റ്റോറന്റ്. ഞങ്ങൾ 3-4 ചെറുപ്പക്കാർ കൂടി ഒരു മന്തി റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സാധാരണ മലയാളികൾ കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ അഷ്റഫിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൂടെ കിട്ടിയപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് മലയാളികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതലും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മന്തിയാണ് ഫോളോ ചെയ്യുന്നത്. കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു 2-3 മണിക്കൂറത്തെ ആ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിലുള്ളൊരു സ്വാദ് എല്ലാ വിഭാഗം ആൾക്കാരും ഇഷ്ടപ്പെടുന്നു. ആദ്യമായിട്ട് ഈ ഇവിടുത്തെ അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുഴിയെടുക്കാനും അങ്ങനെയൊക്കെയുള്ള പെർമിഷൻസ് കിട്ടാൻ വളരെ പാടാണ്. കാരണം 1.5 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ കുഴിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് പെർമിഷൻ കിട്ടാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്യൂർലി ഒരു അറബിക് ടേസ്റ്റ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് പ്ലാൻ ചെയ്തത് ആദ്യം തൊട്ടേ. അപ്പോൾ അത് സക്സസ് ആയി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.